Hello guys, Assalamu alaikum. Namaskaram. Welcome back to Mommy Recipes. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പി വീഡിയോ എന്നല്ല, ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. കേക്കിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പിങ്ങും പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞു സെലിബ്രേഷനും കൂടെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങി. ഞാനും ഉമ്മയും ഇപ്പം കൂടെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വി മാർട്ടിൽ പോയിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ബേക്ക് ഓഫ് നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത്, കേക്കിന് വേണ്ടിയിട്ടുള്ളത്. നല്ല റേറ്റ് നല്ലോണം കുറവാണ് അവിടെ, കമ്പാരിറ്റീവ്ലി നല്ല കുറവിൽ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഓൾമോസ്റ്റ് എല്ലാതും ഞാൻ പർച്ചേസ് ചെയ്യൽ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വാങ്ങിക്കാത്ത കുറച്ചും കൂടെ സാധനങ്ങളാണ് ഇന്ന് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ കുറച്ച് ടിന്നും വേറെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം, ഓരോന്നായിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ അതാ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വി മാർട്ടിലുള്ള സൂപ്പർ മാർക്കറ്റിലും കയറിയിട്ട് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ അടുത്തുള്ളൊരു ഫാൻസിയിലേക്കാണ് കേട്ടോ. ഫേസ്ലുക്ക് ഫാൻസി എന്ന് പറയും. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ തന്നെ ഓൺലൈനായിട്ടൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബില്ലൊന്ന് പേ ചെയ്യണം. അപ്പോൾ അത് അവർ ചെയ്തു തരും. പിന്നെ കുറച്ച് സാധനം കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇവരിപ്പോൾ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ്സും കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അത് കേരളത്തിൽ എല്ലായിടത്തേക്കും ഷിപ്പിങ്ങും ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക, ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ കേക്ക് ഷോപ്പിൽ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു 10 ഇഞ്ചിൻ്റെ റൗണ്ടിലുള്ള കേക്ക് ടിന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഹീറ്റ് പ്രൂഫ് ഗ്ലൗസാണ്. പിന്നെ മാംഗോയുടെയും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെയും ഫ്ലേവറിലുള്ള കോമ്പൗണ്ട് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ റൗണ്ട് ഷേപ്പിലുള്ള കുക്കി കട്ടർ വാങ്ങിച്ചു. ഇത് കേക്ക് സിക്കിളിൻ്റെ മോൾഡാണ്, 8 വരുന്ന കേക്ക് സിക്കിളിൻ്റെ മോൾഡാണ്. പിന്നെ സിലിക്കൺ മോൾഡ് വാങ്ങിച്ചിട്ടുണ്ട്. ലെറ്റേഴ്സും നമ്പേഴ്സും ഉള്ള സിലിക്കണിൻ്റെ മോൾഡ് വാങ്ങിച്ചു. പിന്നെ ഇത് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള കേക്ക് ടോപ്പേഴ്സ്, അത് 2 ടൈപ്പിലുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വേഫർ റോൾസ് വാങ്ങിച്ചിട്ടുണ്ട് കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പേപ്പർ കപ്സ് ആണ്, കപ്പ് കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന പേപ്പർ കപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബ്രെഡ് മോൾഡ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ റെഡ് കളറിലുള്ള മെറ്റാലിക് റെഡിൻ്റെ ഒരു ഫുഡ് കളറാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ടൈഗറിൻ്റെ ചോക്ലേറ്റ് മിക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വൈറ്റ് കളറിലുള്ള ഫോണ്ടൻ്റ് ആണ്. പിന്നെ ഇത് നൂർ N1 എന്ന് പറഞ്ഞിട്ടുള്ള നോസിലാണ്.
പിന്നെ ബ്ലൂ കളറിലുള്ള ഷുഗർ ബോൾസും സ്റ്റാർ ഷേപ്പിലുള്ള കുക്കി കട്ടേഴ്സ് 3 വരുന്ന കുക്കി കട്ടേഴ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇത് 7 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ്. പിന്നെ ഇത് ഐസിങ് നൈഫാണ്, ചെറിയ ഇതിലുള്ള പെറ്റൽസൊക്കെ വരക്കാൻ പറ്റിയിട്ടുള്ള ഐസിങ് നൈഫാണ്. പിന്നെ ഇത് ഡോണറ്റിൻ്റെ കട്ടറാണ്. പിന്നെ കേക്ക് ബേസും അതുപോലെ തന്നെ കേക്ക് ബോക്സസൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ കേക്ക് സിക്കിളിനുള്ള സ്റ്റിക്സാണ് ഇത്. നമ്മൾ സാധാ ഐസിനൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റിക്കാണത്. പിന്നെ നൈഫ് വാങ്ങിച്ചിട്ടുണ്ട്, കേക്ക് കട്ട് ചെയ്യുന്ന നൈഫ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എലൈറ്റിൻ്റെ മൈദയാണ് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്, അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഗോൾഡൻ മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. റിച്ച് ഗോൾഡിൻ്റെ ആ ഒരു സെയിം ടേസ്റ്റിലാണ് കേട്ടോ ഇത് വരുന്നത്. അത്ര റേറ്റും ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ സ്റ്റെമ്മുള്ള ചെറിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാനന്ന് കേക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഷോപ്പിംഗ് വിശേഷം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ബ്രദർ 10th ആയിരുന്നു, അപ്പോൾ ആളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മാഷാ അല്ലാ നല്ല റിസൾട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അന്ന് തന്നെ ഫർസേന്ന് ഹോം ഡെലിവറി ചെയ്യിപ്പിച്ചു കേട്ടോ, ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സ്പൈസി ബ്രോസ്റ്റാണ്. അന്ന് അവിടെ സ്പൈസി ബ്രോസ്റ്റിൻ്റെ ഫെസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ മഞ്ചേരി ഫർസേന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു ദിവസം ബ്രദറിൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ സാലഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഡെസേർട്ടായിട്ട് 2 വിധം കേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് അന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്.
അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മോമി റെസിപ്പീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.